അങ്ങനെ 2024 ജൂൺ മാസത്തിലെ വളരെയേറെ വൊളറ്റൈൽ മാർക്കറ്റിന് ശേഷം നമ്മൾ ജൂലൈ മാസത്തിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. വളരെ സംഭവബഹുലമായിരുന്നു ജൂൺ. ഇലക്ഷൻ റിസൾട്ടിന് ശേഷം മാർക്കറ്റിലൊരു ഡിപ്പ്, പിന്നീട് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വന്നതുകൊണ്ടാവാം മാർക്കറ്റിലൊരു റിബൗണ്ട് പ്രതീക്ഷിച്ചു. മാർക്കറ്റ് റിബൗണ്ട് ചെയ്തു. അതിന് പല കാരണങ്ങളുമായിട്ട് പറയാം. സ്റ്റേബിൾ ഗവൺമെൻറ് വന്നു എന്നുള്ള പ്രതീക്ഷ, BJP ഒറ്റയ്ക്ക് വരുന്നില്ല, എന്നിട്ട് കൂടി മാർക്കറ്റ് റിബൗണ്ട് ചെയ്തു. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത 26,500 കോടിയോളം രൂപയാണ്, 26,500 crore റുപ്പീസാണ് FPIs ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ 25 ദിവസം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള വാങ്ങലുകൾ, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വാങ്ങലുകൾ, ഇതൊക്കെ തന്നെയായിരിക്കാം വീണ്ടും FPIസിനെ വാങ്ങാൻ പ്രേരിപ്പിച്ചത്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് ജൂലൈയിൽ പ്രതീക്ഷ വെക്കാൻ പോകുന്നത് Q1 ഏർണിങ്സും അതുപോലെ തന്നെ പാർലമെൻറ്റ് ബജറ്റുമാണ്. ഈ രണ്ട് ക്യൂസാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ജൂലൈയിൽ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. നല്ലൊരു സീസൺ ആയിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു സീരീസ് ആയിരിക്കും ജൂലൈ എന്ന് തന്നെയാണ് മാർക്കറ്റിൻ്റെ എക്സ്പെക്ടേഷൻ.